Hey all, it's me Fasila and you're watching Commerce Hour. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA ഫൈനൽ തേർഡ് ഗ്രൂപ്പിലെ SFM എന്ന പേപ്പറിൽ ഒരു 30% വരുന്ന ഒരു ഏരിയ ആണ് ഡെറിവേറ്റീവ്സ്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നല്ല വൈഡും ആണ്. അപ്പോൾ അതിൻ്റെ തിയറി ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലേറ്റർ ഓൺ നമ്മൾ പ്രാക്ടിക്കൽ ഏരിയ നെക്സ്റ്റ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. സോ ഡെറിവേറ്റീവ്സ് എന്താണ് ഡെറിവേറ്റീവ്സ്? നമ്മൾ എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്, അതിൻ്റെ കോമ്പണൻസ് എന്താണ്, ഹൈറാർക്കി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം ഡെറിവേറ്റീവ്സിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്? ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇൻ വിച്ച് പീപ്പിൾ ട്രേഡ്സ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ്. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റ്, ഒരു പ്ലേസ്, അതാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ്? ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് സ്റ്റോക്ക്, കറൻസീസ്, ബോണ്ട്സ്, അതർ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡെറിവേറ്റീവ് ഇറ്റ്സെൽഫ് ഈസ് എ കോമ്പണന്റ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഡെറിവേറ്റീവ് മാർക്കറ്റിനെ ഫൈനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു കോമ്പണന്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് ആൻഡ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിന്റെ ഹൈറാർക്കി ഏതൊക്കെയാണ് എന്ന് നോക്കാം, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ മെയിനായിട്ട് 3 മാർക്കറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മണി മാർക്കറ്റ് ആൻഡ് നെതർ വൺ ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് അതർ ഈസ് ഫോറക്സ് മാർക്കറ്റ്. ഈ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള 2 ടോപ്പിക്കാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ലേറ്റർ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ വൈഡായിട്ട് പഠിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് മണി മാർക്കറ്റ് ആൻഡ് വാട്ട് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ്? ഇതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ടേംസ് ആണ്. അത് ആ ഒരു സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന ഒരു കാലാവധി. മണി മാർക്കറ്റിൽ എപ്പോഴും ലെസ് ദാൻ 12 മന്ത് ആണ് അവിടെ സെക്യൂരിറ്റീസിൻ്റെ കാലാവധി വരുന്നത്. സെക്യൂരിറ്റീസ് എപ്പോഴും ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആയിരിക്കും മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ എപ്പോഴും ലോങ് ടേം സെക്യൂരിറ്റീസ് ആയിരിക്കും ട്രേഡ് ചെയ്യുക. എബവ് 1 ഇയർ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കും. Capital market themselves classified into 2, that is bonds and shares. അതായത് ഡെറ്റ് മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ്സ്. അതിൽ ഈ മണി മാർക്കറ്റിനെയും ക്യാപിറ്റൽ മാർക്കറ്റിനെയും ഒന്നുകൂടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതായത് പ്രൈമറി മാർക്കറ്റായിട്ടും സെക്കൻഡറി മാർക്കറ്റായിട്ടും. ഈ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ്, ആ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കോമ്പണന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രൈമറി മാർക്കറ്റ് ആയിട്ടും സെക്കൻഡറി മാർക്കറ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രൈമറി മാർക്കറ്റ്, എന്താണ് സെക്കൻഡറി മാർക്കറ്റ്? ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാണ് ഫോർ ഫസ്റ്റ് ടൈം. അവർ ആ കമ്പനി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുന്ന ആ ഷെയർ നമ്മൾ പ്രൈമറി മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുക. ആ മാർക്കറ്റിനെ ഫസ്റ്റ് ടൈം ഷെയർസ് ഫോർ ഫണ്ട് റേസിങ്, അതിനുവേണ്ടി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതാണ് പ്രൈമറി മാർക്കറ്റ്. അങ്ങനെ പ്രൈമറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഷെയർസിനെ പർച്ചേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലേക്ക് ട്രേഡ് ചെയ്യുമ്പോൾ അതാണ് സെക്കൻഡറി മാർക്കറ്റ്. ഓൾറെഡി മാർക്കറ്റിൽ ഫ്ലോട്ടഡ് ആയിട്ടുള്ള ഷെയർസിനെ ട്രേഡ് ചെയ്യുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ്. ഈ സെക്കൻഡറി മാർക്കറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പോട്ട് ഓർ ക്യാഷ് മാർക്കറ്റായിട്ടും ഡെറിവേറ്റീവ് മാർക്കറ്റായിട്ടും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ്, അപ്പോൾ നമുക്ക് ഇനി ഡെറിവേറ്റീവ്സ് എന്താണ്? അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നിന്ന് തുടങ്ങുകയാണ്. എന്താണ് ഡെറിവേറ്റീവ്, എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, എന്തൊക്കെ എലമെന്റ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് നോക്കാം. ഡെറിവേറ്റീവ്സ് എന്താണ്? അപ്പോൾ ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സെൽഫ് ഹാസ് നോ വാല്യൂ, ഇറ്റ് ഡിറൈവ് ഇറ്റ്സ് വാല്യൂ ഫ്രം ആൻ അണ്ടർലൈയിങ് അസെറ്റ്. അപ്പോൾ ഈ ഡെറിവേറ്റീവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ആൻ ഇൻസ്ട്രുമെന്റ്, അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്, പക്ഷേ വിച്ച് ഡസ് നോട്ട് ഹാവ് ആൻ വാല്യൂ ഓഫ് ഇറ്റ്സ്
ഓൺ. അതിൻ്റെതായ ഒരു വാല്യൂ അതിനില്ല. അത് എന്താണ്, ഒരു അണ്ടർലൈൻ അസറ്റിൽ നിന്ന് അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എന്താണ് അണ്ടർലൈൻ അസറ്റ്? അണ്ടർലൈൻ അസറ്റ് എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റോക്ക്, കമോഡിറ്റി, എക്സ്ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. അങ്ങനെയുള്ള സ്റ്റോക്സിൽ നിന്നും ഒക്കെ വാല്യൂ ഡിറൈവ് ചെയ്തിട്ട് അതിന് സ്വന്തമായിട്ടൊരു വാല്യൂ ഉണ്ടാക്കുമ്പോൾ അതാണ് ഡെറിവേറ്റീവ്. അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മിസ്റ്റർ എ എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ കമ്പനി, ഇപ്പോൾ ഫസി ലിമിറ്റഡ്, ആ കമ്പനിയിൽ നിന്ന് ഒരു 1000 ഷെയർസ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഐ വാണ്ട് 1000 ഷെയർ ഫ്രം യുവർ കമ്പനി. അങ്ങനെ ഒരു 1000 ഷെയർ വേണം എന്ന് പറയുമ്പോൾ ഞാൻ എഗ്രി ചെയ്യാണ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ടൈമിൽ ഒരു ഫിക്സ്ഡ് പ്രൈസിന് വേണ്ടിയിട്ട്, ഒരു സ്പെസിഫൈഡ് പ്രൈസിന് ഈ ഒരു 1000 ഷെയർ തരാം എന്ന് ഞാൻ എഗ്രി ചെയ്യാണ്. ആ എഗ്രി ചെയ്യുന്നത് ഒരു കോൺട്രാക്റ്റ് ആയിട്ട് ഒരു പേപ്പറിൽ സൈൻ ചെയ്തിട്ട് അയാൾക്ക് കൊടുക്കണം. അത് ഫ്യൂച്ചർ ഡേറ്റിന് വേണ്ടി, ഫ്യൂച്ചർ ഡേറ്റിലാണ് ആ മീൻസ് ആ ട്രാൻസാക്ഷൻ നടക്കുക. അപ്പം ഞാൻ അങ്ങനെ ഒരു സൈൻ ചെയ്തൊരു പേപ്പർ, ഒരു കോൺട്രാക്റ്റ് അയാൾക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റ് വന്നു. എന്ത്? ഹി പർച്ചേസ് 1000 ഷെയർസ് ഫ്രം മൈ കമ്പനി. സോ ആ ഒരു എഗ്രിമെൻറ്റിന് ഇപ്പോൾ പ്രസൻ്റ്ലി ഹാവ് നോ വാല്യൂ. അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല, ഫ്യൂച്ചർ ഡേറ്റിലാണ് അത്. പക്ഷെ എന്താണ്, അയാൾക്കൊരു റൈറ്റ് കിട്ടി. എന്ത് റൈറ്റ്? ഫ്യൂച്ചർ ഡേറ്റിൽ 1000 ഷെയർസ് എൻ്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാം എന്നുള്ളൊരു റൈറ്റ് അയാൾക്ക് കിട്ടി. സോ ആ ഒരു റൈറ്റ് കൊണ്ട് എന്താണ് ഒരു സ്പെഷ്യാലിറ്റി? ഇപ്പോൾ അയാൾക്ക് ഇന്ന് തന്നെ വാങ്ങിച്ചൂടെ? അയാൾ വലിയൊരു കാര്യമായിട്ട് പറയുകയാണ്, എനിക്ക് ഈ ഒരു എഗ്രിമെൻ്റ് കൊണ്ട് എനിക്കൊരു റൈറ്റ് കിട്ടിയ ഒരു ഫസി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് 1000 ഷെയർ ഒരു ആഫ്റ്റർ 3 മന്ത് വാങ്ങിക്കാനുള്ള ഒരു റൈറ്റ് എനിക്കിപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കും, അപ്പോൾ ഇന്ന് വാങ്ങിച്ചൂടെ? അപ്പോൾ എന്തുകൊണ്ട് ഫ്യൂച്ചർ ഡേറ്റിൽ വാങ്ങിക്കുക? അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് വാങ്ങിച്ചൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ സ്വാഭാവികമായിട്ടും അറൈസ് ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു ആൻസറാണ് ഡെറിവേറ്റീവ്. അതിൻ്റെ ഒരു വാല്യൂ ആണ് ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അയാൾക്ക് ആ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ചിലപ്പോൾ പ്രൈസ് വാരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആ ഷെയറിന് ഒരു 150 റുപ്പീസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് ഒരു 155 റുപ്പീസിന് ഫ്യൂച്ചർ ഡേറ്റിൽ ഷെയർ വാങ്ങിക്കാം എന്നുള്ളൊരു എഗ്രിമെൻ്റാണ് ഞങ്ങൾ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയാളുടെ റൈറ്റ് എന്ന് പറയുന്നത് ഒരു 3 മന്ത് കഴിഞ്ഞിട്ട് ഇനി എത്ര റൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കൂടെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു 155 എന്നുള്ള റേറ്റിൽ ആ ഒരു ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് അയാളുടെ വാല്യൂ, അതാണ് അയാളുടെ റൈറ്റ്. ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അയാൾക്ക് അങ്ങനെ ഒരു റൈറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഡെറിവേറ്റീവ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡെറിവേറ്റീവ് ആയിട്ട് മാറിയത് എങ്ങനെയാണ്? ആ ഒരു ഷെയറാണ് ഇവിടെ. ആ ഒരു ഷെയറിൽ നിന്ന് വാല്യൂ ഡിറൈവ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ടാണ് അവിടെ ആ ഒരു ഡെറിവേറ്റീവ് എന്നുള്ള ടേം വന്നത്. നമ്മൾ ഈ ഡെറിവേറ്റീവ്സിൻ്റെ കാര്യം പറയുമ്പോൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റൂളാണ് ഉള്ളത്. എന്തൊക്കെയാണ് ആ 2 റൂള്? ഫസ്റ്റ് വൺ ഈസ് 2 മാർക്കറ്റ് ഈസ് റിക്വയർഡ്. 2 മാർക്കറ്റ് ആവശ്യമുണ്ട് നമുക്ക്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ്, ഒരു മാർക്കറ്റിൽ പർച്ചേസ് നടക്കുമ്പോൾ മറ്റൊരു മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും സെയിലായിരിക്കും നടക്കുന്നത്. അങ്ങനെ 2 റൂളാണ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതായത് 2 റൂൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദ റിക്വയർ 2 മാർക്കറ്റ് ആൻഡ് ഇഫ് പർച്ചേസ് ഹാപ്പൻ ഇൻ 1 മാർക്കറ്റ്, ദ ഓപ്പോസിറ്റ് ആക്ഷൻ ദാറ്റ് ഈസ് സെയിൽ ഹാപ്പൻ ഇൻ അനദർ മാർക്കറ്റ്. അങ്ങനെയാണ് വരിക 2 പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള റൂൾസ്. നമുക്കറിയാം ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ആൻഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ്, അങ്ങനെ 2 ക്ലാസിഫിക്കേഷനാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വരുന്നത്. എന്താണ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്? ഇപ്പം ഞാനൊരു ഷോപ്പിൽ പോയിട്ട്, ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു ഷോപ്പിൽ പോയിട്ട് എനിക്കൊരു ബുക്ക് വാങ്ങിക്കണം. അപ്പോൾ അങ്ങനൊരു ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഞാൻ ഈ സെല്ലറിൻ്റെ അടുത്ത്, ഐ എം എ ബയർ ആൻഡ് ഷോപ്പ് കീപ്പർ ഹീസ് എ സെല്ലർ. അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഇന്ന ബുക്ക് വേണം, ഇത്ര ക്വാണ്ടിറ്റി ബുക്ക് വേണം, ഈ ഒരു ഇപ്പോൾ ലൈനുണ്ടോ ഓർ നോട്ട് ലൈൻ, അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് വേണ്ട ക്വാണ്ടിറ്റി, എനിക്ക് വേണ്ട പ്രൈസിൽ ഞാൻ പറയുകയാണ്. എനിക്ക് വേണ്ട സ്പെസിഫിക്കേഷൻസ് ഞാൻ പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ അവിടെ ബയർ ആൻഡ് സെല്ലർ നോൺ ടു ഈച്ച് അതർ. ആ ടൈമിൽ ബയറും സെല്ലറും തമ്മിൽ ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്. അതിൻ്റെ ടേംസും കണ്ടീഷൻസും ആരാണ്? നമ്മൾ ബയർ ആൻഡ് സെല്ലറാണ് തീരുമാനിക്കുന്നത്. എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻ? എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം, ഏത് പ്രൈസിൽ പർച്ചേസ് ചെയ്യണം, എപ്പോൾ പർച്ചേസ് ചെയ്യണം, അങ്ങനെയുള്ള ടേംസും കണ്ടീഷൻസും ഒക്കെ
തീരുമാനിക്കുന്നത് ആരാണ്? ബയറും സെല്ലറും കൂടെയാണ്. അങ്ങനെ ബയറും സെല്ലറും കൂടെ തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ റിസ്ക് എലമെന്റ് ഈസ് വെരി ഹൈ. അപ്പോൾ ഈ ഒരു റിസ്ക് എലമെന്റിനെ കുറക്കാനും അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റിനെ ഉപയോഗിക്കാം. അവിടെ ബയറും സെല്ലറും തമ്മിൽ ഒരു പ്രത്യേക പരിചയമോ അല്ലെങ്കിൽ അവർ മുന്നേ അറിഞ്ഞിരിക്കുന്ന ആളോ ആവേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാ സ്പെസിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും അതിൻ്റെ സ്പെസിഫിക്കേഷൻ തീരുമാനിക്കുന്നതും ടേംസും കണ്ടീഷൻസും ഒക്കെ തീരുമാനിക്കുന്നത് എക്സ്ചേഞ്ചാണ്. എക്സ്ചേഞ്ച് അവിടെ ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻ്റർമീഡിയറി ത്രൂ ട്രേഡിംഗ് നടക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്യാരണ്ടി കിട്ടാണ്. നമുക്കൊരു ഗ്യാരണ്ടി കിട്ടുന്നത് കൊണ്ട് തന്നെ റിസ്ക് എലമെന്റ് ഈസ് വെരി ലോ ഇൻ കേസ് ഓഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ്. ദർ ബയർ ആൻഡ് സെല്ലർ ഡോണ്ട് നോ ടു ഈച്ച് അതർ. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസിയേഷൻ ഓവർ ദ കൗണ്ടർ മാർക്കറ്റിനും എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റും തമ്മിൽ വരുന്നത്. ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റിൽ നമുക്കറിയാം ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് 4 ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് കോമൺലി നമ്മൾ അറിയുന്നുണ്ട്: ഫ്യൂച്ചർ, ഫോർവേഡ്, സ്വാപ്പ് ആൻഡ് ഓപ്ഷൻ. അപ്പോൾ ഈ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഫോർവേഡ് കോൺട്രാക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഫോർവേഡ് കോൺട്രാക്ട് ഈസ് ഓൾവേസ് ട്രേഡഡ് ഇൻ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്. എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് ട്രേഡഡ് ഇൻ എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് ആൻഡ് specifications of future contract are created by exchange itself. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഡെറിവേറ്റീവ്സ്, കോമൺ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് 4 ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതായത് ഫ്യൂച്ചർ, ഫോർവേഡ്, സ്വാപ്പ് ആൻഡ് ഓപ്ഷൻ. അപ്പോൾ എന്താണ് ഫോർവേഡ്, എന്താണ് ഫ്യൂച്ചർ, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്ട് എന്താണ്? ഇസ് എൻ എഗ്രിമെൻറ്റ് to buy or sell a set of an asset in a future date and its price was agreed today. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസറ്റ് ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ വാങ്ങിക്കാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ വിൽക്കാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ അതിൻ്റെ പ്രൈസ് ഇന്ന് അഗ്രി ചെയ്യും. ഇന്ന് അഗ്രി ചെയ്യുന്ന പ്രൈസ് അപ്ലിക്കബിൾ ആണ് എന്ത്? ഫ്യൂച്ചർ സ്പെസിഫൈഡ് ഡേറ്റിൽ നമ്മൾ എന്നാണോ വാങ്ങിക്കുന്നത് ആ ഒരു ഡേറ്റിലേക്ക് സ്പെസിഫൈ ചെയ്ത് വെക്കുന്നു. ആ ഒരു കോൺട്രാക്റ്റിനെ, ആ ഒരു എഗ്രിമെൻറ്റിനെയാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്ന പോലെ ഫോർവേഡ് എന്ന് പറയുന്നത് ഓവർ ദ കൗണ്ടർ മാർക്കറ്റാണ്. ഇതൊരു സ്പോട്ട് മാർക്കറ്റിനെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് എഗ്രിമെൻറ്റ് ചെയ്ത് ഇന്ന് തന്നെ സാധനം വാങ്ങിക്കുകയാണ് നമ്മൾ. പക്ഷേ ഫോർവേഡിൻ്റെ കാര്യത്തിൽ നേരെ കോൺട്രാസ്റ്റ് ചെയ്ത് വരും. നമ്മളൊരു ഫ്യൂച്ചർ ഡേറ്റിലാണ് സാധനം വാങ്ങിക്കുക, പക്ഷേ പ്രൈസ് ഈസ് അഗ്രീഡ് ടുഡേ. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റാണ്. അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും, ടേംസ് ആൻഡ് കണ്ടീഷൻ, എത്ര ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിക്കണം, ഏത് ടൈമിൽ വാങ്ങിക്കണം, ഏത് പ്രൈസിൽ വാങ്ങിക്കണം, അങ്ങനെയുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ഒരു എക്സ്ചേഞ്ച് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് സെക്യൂരിറ്റിയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. അവിടെ ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ ബയറിനും സെല്ലറിനും ഒരു റൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഒബ്ലിഗേഷനും ഉണ്ട്. എന്ത്? ഫ്യൂച്ചർ ഡേറ്റിൽ ആ ഒരു സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ സെയിൽ ചെയ്യണം എന്നുള്ള ഒരു ഒബ്ലിഗേഷൻ കൂടെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എന്ന ഡെറിവേറ്റീവിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഒരു ഒബ്ലിഗേഷൻ നമ്മൾ ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പറഞ്ഞല്ലോ, അവിടെ റൈറ്റ് ബയറിനും സെല്ലറിനും ഒരു റൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ആ ഓപ്ഷൻ്റെ കാര്യത്തിൽ ആ ഒരു ഒബ്ലിഗേഷൻ എന്നുള്ള എലമെൻറ്റ് വരുന്നില്ല. നമുക്ക് റൈറ്റ് ഉണ്ട്, നമുക്ക് ആ സെക്യൂരിറ്റി വാങ്ങിക്കണോ സെയിൽ ചെയ്യണോ എന്നുള്ളത്. പ്രൈസ് എലമെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെയിൽ ചെയ്യാം. അല്ലെങ്കിൽ പ്രൈസ് കുറയുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെയാണ് നമ്മൾ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുക. ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഞാൻ ഒരു 500 ഷെയർ XY ലിമിറ്റഡിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതൊരു ആഫ്റ്റർ 3 months എനിക്ക് XY ലിമിറ്റഡിൽ നിന്ന് ഒരു 500 ഷെയർ വേണം. അപ്പോൾ ഞാൻ ഇന്ന് എഗ്രി ചെയ്യാണ് ആഫ്റ്റർ 3 months ഞാൻ ഒരു 500 ഷെയർ XY ലിമിറ്റഡിൽ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ആഫ്റ്റർ 3 months, അപ്പോൾ ഞാനത് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുള്ളത് 100 രൂപയ്ക്കാണ്. അപ്പോൾ ആഫ്റ്റർ 3 months അതിൻ്റെ പ്രൈസ് എന്തായി മാറി? ഒരു 90 rupees ആയിട്ട് മാറി. അപ്പോൾ 90 rupees ആയിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും
എനിക്കത് ലാഭമാണ്. ഞാൻ 100 രൂപക്ക് വാങ്ങിക്കാമെന്ന് ഉദ്ദേശിച്ച സാധനം 90 രൂപക്ക് കിട്ടുമ്പോൾ എനിക്കത് ലാഭമാണ്. സോ ഞാൻ ആ ഒരു റൈറ്റ് അവിടെ നടപ്പിലാക്കും. അതല്ല, ആ ഒരു റൈറ്റിന് 110 രൂപയായിട്ട് മാറി, അപ്പോൾ എനിക്ക് തീരുമാനിക്കാം ഞാനത് വാങ്ങിക്കണോ, എൻ്റെ ആ റൈറ്റ് ഞാൻ യൂസ് ചെയ്യണോ, അതോ അത് ചെയ്യാതെ ഞാൻ എൻ്റെ ആ ഒരു റൈറ്റിനെ വേണ്ടാന്ന് വെക്കണോ എന്നുള്ളത് നമുക്ക് തിരിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും ഈ ഒരു ഓപ്ഷൻ എന്നുള്ള ഡെറിവേറ്റീവിൻ്റെ കാര്യത്തിൽ. നെക്സ്റ്റ് നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് സ്റ്റാൻഡർഡൈസേഷൻ. അസറ്റ് ക്വാണ്ടിറ്റി, ഡിസ്ക്രിപ്ഷൻ, ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കോൺട്രാക്റ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതെന്തിനാണ് അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ ട്രേഡിങ്ങും പ്രൈസിങ്ങും ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഓവർ ദ കൗണ്ടർ മാർക്കറ്റിൽ നിന്നും എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതും ഈ ഒരു പോയിൻ്റാണ്. എക്സ്ചേഞ്ച് ഓരോ പോയിന്റും കൃത്യമായി സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും ഈ കോൺട്രാക്റ്റിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്ലാരിറ്റി കുറവിൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാം കൃത്യമായി സ്പെസിഫൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ. നെക്സ്റ്റ് പോയിൻ്റാണ് മാർക്കിംഗ് ടു മാർക്കറ്റ്. ഇത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ്. അതായത് ബയർ ആൻഡ് സെല്ലർ, ഈ ബയറിൻ്റെയും സെല്ലറിൻ്റെയും പൊസിഷൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ ഒരു ട്രേഡിങ്ങോ ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടെ ആ പ്രോഫിറ്റിൽ വരുന്ന ചേഞ്ചസ്, അവരുടെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് എല്ലാ ദിവസവും മാർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അന്നത്തെ ദിവസം അവർക്ക് എന്താണോ സംഭവിച്ചിട്ടുള്ളത്, അതായത് പ്രൈസ് റൈസിങ് ആണോ അല്ലെങ്കിൽ ഡിക്ലൈനിങ് ആണോ, അതിനനുസരിച്ചിട്ട് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ഡെബിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് മാർക്കിംഗ് ടു മാർക്കറ്റ്. നെക്സ്റ്റ് പോയിൻ്റാണ് മാർജിൻ റിക്വയർമെൻറ്റ് ഫോർ ട്രേഡിംഗ്. ഈ ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ബയർ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് കൊടുക്കണ്ടോ അല്ലെങ്കിൽ സെല്ലർ എന്തെങ്കിലും ഒരു പ്രൂഫ്, അസറ്റിൻ്റെ ഓണർഷിപ്പ് കാണിക്കുന്ന ഒരു പ്രൂഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു മാർജിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ കുറച്ച് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ഇൻ അഡ്വാൻസ്. ബയറും സെല്ലറും ഒരുപോലെ ആ ഒരു ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഈ ഒരു മാർജിൻ എന്ന് പറയുന്നത് 2 തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇനീഷ്യൽ മാർജിൻ ആൻഡ് മെയിൻ്റനൻസ് മാർജിൻ. ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുക. ഈ ഒരു ഇനീഷ്യൽ മാർജിൻ ഈ കോൺട്രാക്റ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി അഷ്യൂർ ചെയ്യുകയും ചെയ്യും. അടുത്തതാണ് മെയിൻ്റനൻസ് മാർജിൻ. മെയിൻ്റനൻസ് മാർജിൻ ഈസ് ദ മിനിമം മാർജിൻ റിക്വയർഡ് ടു ഹോൾഡ് എ പൊസിഷൻ. ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട മിനിമം മാർജിനെയാണ് മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത്. ഈ ഒരു മെയിൻ്റനൻസ് മാർജിൻ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്ക് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ടല്ലോ, ഈ ഡെയിലി നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു, ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യും അക്കോർഡിംഗ് ടു പ്രൈസ് വേരിയേഷൻസ്. അവിടെ ട്രേഡ് നടന്നാലും ഇല്ലെങ്കിലും ആ ഒരു മാർക്ക് ടു മാർക്കറ്റ് എന്ന ടേമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം മെയിൻ്റനൻസ് മാർജിൻ കീപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് മെയിൻ പ്ലേയേഴ്സ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്. ഈ 3 ടൈപ്പ് ട്രേഡേഴ്സിനെയാണ് നമുക്ക് മെയിനായിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ കാണാൻ പറ്റുക. ഹെഡ്ജേഴ്സ് എന്ന് പറയുമ്പോൾ അവർ റിസ്ക് അവോയ്ഡ് ചെയ്യും ബൈ ടേക്കിംഗ് കോസ്റ്റ്. സ്പെക്കുലേറ്റേഴ്സ് റിസ്ക് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യും. ആർബിട്രേജേഴ്സിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു റിസ്ക്കും എടുക്കാതെ തന്നെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആർബിട്രേജേഴ്സ്. ഈ ഒരു വീഡിയോയിൽ ഇത്രയും തിയറീസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോ മുതൽ ഈ ഒരു ഡെറിവേറ്റീവ്സിലെ പ്രാക്ടിക്കൽ ഏരിയാസ് കവർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ.